സങ്കീർത്തനം 103:11. അത് ഇപ്രകാരമാണ്: ഭൂമിക്ക് മേൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യം. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റും, ആകാശം കാണാൻ പറ്റും. പക്ഷെ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? ഇല്ല. എത്ര ശ്രമിച്ചാലും നമുക്ക് ആകാശം തൊടാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധിക്കൊക്കെ അപ്പുറത്താണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഉയരം നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അളക്കാൻ പറ്റാത്തതിലും അപ്പുറത്ത്, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതിലും അപ്പുറത്താണ് ദൈവം നമ്മളോട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, തൻ്റെ ഭക്തരോട്. ആരാ ഭക്തര്? ഭക്തരാരാ? കർത്താവിൻ്റെ ഭക്തരെന്ന് പറയുന്ന ആരെയാ കർത്താവിൻ്റെ ഭക്തരെന്ന് പറയുന്നത്? ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കർത്താവിൻ്റെ ഭക്തര്. അപ്പം ദൈവത്തിൻ്റെ ഭക്തർക്ക്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരോട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്, ദൈവം എങ്ങനെയാണ് അവർക്ക് വേണ്ടി തൻ്റെ കരുണ വർഷിക്കുന്നതെന്നാണ് ഈ തിരുവചനത്തിൽ പറയുന്നത്. നമ്മളത് മനസ്സിലാക്കി വിശ്വസിക്കണം. എങ്ങനെയാ? ഭൂമിക്ക് മേൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തിടത്തോളം ഉയർച്ചയുള്ളതാണ്, ഉയർന്നതാണ്, വലുതാണ്, ഉന്നതമാണ്. എന്ത്? കർത്താവ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യം. ഹല്ലേലൂയ.